This is from Sahih Bukhari and Sahih Muslim. And Imam Muttafaq alayh, and Imam Bukhari has quoted this hadith 5 times in his Sahih Bukhari. And same way 5 times or more times Imam Muslim has quoted in Sahih Muslim, Muttafaq alayh hadith. And the narrator is Anas ibn Malik Ansari radiyallahu ta'ala anhu. And the words of hadith are, Inna Bukhari Imamum, Muslim Imamum, Muttafaqun alayhi റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇമാം ബുഖാരി ഇമാം അദ്ദേഹത്തിൻ്റെ കിതാബിൽ 5 പ്രാവശ്യം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ഇമാം അവിടുത്തെ കിതാബിൽ 5 അതിലധികം പ്രാവശ്യമോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനസ് ബിനു മാലിക് അൻസാരി റളിയല്ലാഹു അൻഹു എന്നവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അബൂ ബക്കർ കാന യുസല്ലി ലഹും ഫീ വജഇ النبي الذي توفي فيه حتى اذا كان يوم الاثنين هم صفوف في الصلاه فكشف النبي صلى الله عليه وسلم ستر الحجره ينظر الينا وهو قائم وكان وجهه ورقه مصحف ثم تبسم يضحك فهممنا أن نفتتن من الفرح برؤية النبي صلى الله عليه وسلم فناكس أبو بكر على عقبيه ليصل الصف وظن أن النبي صلى الله عليه وسلم خارج إلى الصلاة فأشار إلينا النبي صلى الله عليه وسلم أن أتموا صلاتكم وأرخى الستر. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദനയായി വീട്ടിൽ വിശ്രമത്തിലാണ്. ആ വേദനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്. അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് തല ഉയർത്തി നോക്കുകയാണ്. അങ്ങനെ ആയിഷ ബീവിയുടെ വീട്ടിലാണ് വിശ്രമിക്കുന്നത് നബി തങ്ങൾ. ആയിഷ ബീവിയുടെയും മദീന പള്ളിയുടെയും ഇടയ്ക്ക് ഒരു മറ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണീറ്റ് വന്നുകൊണ്ട് ആ മറയെ നീക്കുന്നു. അത് കണ്ടുകൊണ്ട് നിസ്കാരത്തിലായിരുന്ന സ്വഹാബത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ഒരു മുസ്ഹഫിനെ പോലെ തിളങ്ങുന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമായി നിസ്കരിക്കാൻ വരികയാണ് എന്ന് കരുതി ഇമാമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നോട്ട് മാറി നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് ഇഷാറത്താക്കി പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നിരുന്ന സ്ഥലത്തേക്ക് തന്നെ നിൽക്കുകയും നിസ്കാരം തുടരുകയും ചെയ്തു. നബി തങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ മുഖം നബിയിലേക്ക് തിരിക്കുകയും ആ സന്തോഷത്തിൽ ഞങ്ങളുടെ നിസ്കാരം ബാത്തിലാകുമോ എന്ന് വരെ ഞങ്ങൾ പേടിച്ചു പോവുകയും ചെയ്തിരുന്നു. This is muttafaq alayh hadith. Sayyidina Abu Bakr Siddiq, Anas ibn Malik reports that he was used to lead the companions in the ritual prayers during the departing ailment of the Prophet sallallahu alaihi wasallam. In his last 3 days, he was leading the prayer. And Holy Prophet sallallahu alaihi wasallam was in his last ailment on his bed. Meanwhile, Holy Prophet sallallahu alaihi wasallam felt better. So Sayyidina Abu Bakr Siddiq was leading the prayer, and the companions was aligned in rows, and they were in their prayer. They were hum sufufun fi salat wa ma qala hum sufufun lis salat bal qala hum sufufun fi salat. They were in prayer, they were praying, they were not stating the rows for prayer. No, fi salat means they were already in their prayer.
These are the words of hadith. Please keep in your mind. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്നതിൻ്റെ 3 ദിവസം മുൻപായിരുന്നു ഈ ഹദീസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമാഅത്തിന് ഇമാമായി നിസ്കരിക്കുകയാണ്. നബി തങ്ങളുടെ മുഖം സ്വഹാബത്തിന് കാണാൻ കഴിയാത്തതിലുള്ള ഒരു വിഷമം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ നിസ്കാരത്തിന് വേണ്ടി സൊഫിലേക്ക് നിൽക്കുകയല്ലായിരുന്നു, നിസ്കാരത്തിലായിരുന്നു അവർ. The text of hadith, hum sufufan fi salat, they were in state of prayer. It was Monday and they were offering the ritual prayer. When beloved Prophet sallallahu alaihi wasallam raised the curtain of his door, raised the curtain of his sacred chamber, and he was standing there and blessed us with his compassionate gaze, which we were missing so restlessly and waiting for so impatiently. For the last 3 days, they couldn't see Holy Prophet's face. They were restless. They were waiting for that gaze. For that gaze. All of a sudden, Holy Prophet raised the curtain of his chamber, holy chamber. And companions say, Kanna wajhu warakata musafin summa tabassama wa yadhaku fahamamna an naftatena min as-salati bi ru'yatin nabi. So companions were standing in their rows like this. Sayyidina Abu Bakr Siddiq was leading the prayer. And you know, just if you imagine Holy Prophet's chamber, his house was on the extreme left of the companions, Riyadul Jannah. The Jali Mubarak is on extreme left. And they were standing like this. Just now you tell me, if the people are praying towards facing Kaaba, do they see right or left, or just they concentrate on their place of their prostration, sajdaga? They always concentrate on their place of prostration, on the sajda place. And were Sahaba accustomed to see right and left during their prayer? No, nobody is accustomed. You can't do. When they were just concentrating on their prostration place during the prayer, Holy Prophet was standing extreme left, raising the curtain of his chamber, of holy chamber. How Sahaba were able to see his smiling face? അത് തിങ്കളാഴ്ച ദിവസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസമായി രോഗശയ്യയിലായിക്കൊണ്ട് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ആ 3 ദിവസവും അവർക്ക് നബി തങ്ങളെ കാണാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ വിഷമം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആയിഷ ബീവിയുടെ വീട്ടിലാണ് നബി തങ്ങൾ വിശ്രമിക്കുന്നത്. അതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ടാണ് മദീന പള്ളിയുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു കർട്ടൻ മാത്രമാണ് ഇടയായിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീറ്റ് വന്നുകൊണ്ട് ആ കർട്ടൻ മാറ്റി നോക്കുകയാണ്. അത് കണ്ടിട്ട് കിബിലയിലേക്ക് മുന്നോട്ട് നോക്കി നിസ്കരിച്ചിരുന്ന സ്വഹാബത്ത് തിരിഞ്ഞു നിന്നുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. കിബിലയിലേക്ക് നോക്കി നിസ്കരിക്കുന്ന അവർ തിരിഞ്ഞു നിന്നുകൊണ്ട് നബി തങ്ങളെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അത് നിസ്കാരം ബാത്തിലാക്കാനുള്ള ഒരു കാരണമല്ലേ? This is hadith, muttafaq alayh hadith. How Anas ibn Malik says, how were Sahaba able to see his smiling face and glittering face and illuminating face? How could they see his face? Because they were standing like this, facing towards the prostration place. He was standing in his door. He did not come out of his chamber. On door raising the... How could they see his face? And how they say we saw him, he was smiling. And his face looked as if the Quran was open in front of them. And his face was so illumining. സ്വഹാബത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിബിലയിലേക്ക് നോക്കി നിസ്കരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇടതുവശത്ത്
കർട്ടൻ നോക്കി മുന്നോട്ട് വന്ന നബി തങ്ങളെ അവർ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം പുഞ്ചിരിക്കുന്നതായിരുന്നു, അതുപോലെ തന്നെ ഒരു മുസ്ഹഫിനെ പോലെയുള്ളതായിരുന്നു എന്നൊക്കെ എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്? How could they see? How were they could see this compassionate gaze? How was this possible? It is absolutely not possible unless somebody praying turns his face towards left. When they heard raising of the curtain, they heard this noise, they knew Hazrat Aisha Siddiqa or the Azwaj, the holy wives cannot raise the curtain. You understand? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കർട്ടൻ നീക്കി വന്നപ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ട് അവർ മനസ്സിലാക്കി അത് നബി തങ്ങളായിരിക്കും, ഒരിക്കലും അത് ആയിഷ ബീവി ആയിരിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അവർ തിരിഞ്ഞ് നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.